നമസ്കാരം. പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പട്ടാമ്പി പെരുമുടിയൂരിൽ ഗൃഹനാഥൻ കുത്തേറ്റ് മരിച്ച സംഭവം 2 മക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവമുണ്ടായത് കുടുംബ വഴക്കിനിടെ. ഒറ്റപ്പാലത്ത് നിയമം കാറ്റിൽ പറത്തി വീണ്ടും മണലെടുപ്പ്. തൃശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിന്റെ കടവിൽ നിന്നും മണൽ വാരുന്നത് ലോറികൾ പുഴയിലേക്ക് ഇറക്കി. പോലീസ് പരിശ്രമിച്ചിട്ടും ഫലമില്ല. മണ്ണാർക്കാട് ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ട്രാഫിക് പരിഷ്കരണങ്ങളും പാളുന്നു. പട്ടാമ്പിയിൽ മണ്ണ് ഗവേഷണ കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം നോക്കുകുത്തിയാവുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷമായിട്ടും ഗവേഷണ കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയില്ല. പ്രശ്നം വൈദ്യുതിയില്ലാത്തത്. എല്ലാ പ്രേക്ഷകർക്കും ഡെൻസിറ്റി ചാനലിന്റെ ബക്രീദ് ആശംസകൾ. വിശദമായ വാർത്തകളിലേക്ക്. ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥന നടത്തി. വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടത്തി. ചെർപ്പശ്ശേരി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റി ഹൈസ്കൂൾ മൈതാനിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് വീരാപ്പു അൻസാരി നേതൃത്വം നൽകി. മുസ്ലിങ്ങളായ നമ്മൾ അത്യാഹ്ലാദപൂർവം ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആഘോഷങ്ങൾ മനുഷ്യ പ്രകൃതിയുടെ താൽപര്യമാണ് എന്ന് നമുക്കറിയാം. എല്ലാ മതങ്ങളിലും ആഘോഷങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നദ്വത്തുൽ മുജാഹിദീൻ ചെർപ്പശ്ശേരി ശാഖ സംഘടിപ്പിച്ച ഈദ്ഗാഹ് പുത്തനാഴ്ച ക്ഷേത്രത്തിന് സമീപത്തെ പ്രത്യേക ഈദ്ഗാഹിൽ നടന്നു. അബ്ദുള്ള ഫാറൂഖ് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലോകത്തിന്റെ മാനവരാശിയുടെ മാതൃകാ പുരുഷനായി അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ ഖലീലുല്ലാഹിയെ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് ചുരുക്കം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തിരുത്തി ജൂതന്മാർ അവകാശപ്പെടുന്നത് പോലെ ഇബ്രാഹിം ഒരു ജൂതനോ, ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നത് പോലെ ഇബ്രാഹിം ഒരു ക്രിസ്ത്യാനിയോ, മക്കാ മുശ്രിക്കുകൾ വാദിക്കുന്നത് പോലെ ഇബ്രാഹിം മുശ്രിക്കോ അല്ല. പിന്നീട് ആരാണ്? മാകാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസറാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗസ്മരണകൾ പുതുക്കുന്നതുകൂടിയാണ് വലിയ പെരുന്നാൾ എന്ന ബലിപെരുന്നാൾ. വെള്ളിയാഴ്ച ബലിപെരുന്നാൾ എത്തിയതിന്റെ സന്തോഷത്തിന്റെ നിറവിലാണ് ഓരോ ഇസ്ലാം മതവിശ്വാസികളും. അതിരില്ലാത്ത ആഹ്ലാദത്തിന്റെയും പരിധികളില്ലാത്ത സ്നേഹത്തിന്റെയും സീമകളില്ലാത്ത സാഹോദര്യത്തിന്റെയും സുന്ദര സ്മരണകൾ ഉണർത്തി വീണ്ടും ഒരു ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ. പുത്രസ്നേഹത്തെ വെല്ലുന്ന ദൈവസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക സ്വന്തം ജീവിതത്തിലൂടെ വരച്ചിട്ട ഇബ്രാഹിം പ്രവാചകന്റെയും പുത്രൻ ഇസ്മായിൽ നബിയുടെയും പാവന സ്മരണകൾ ഉണർത്തുന്ന സന്തോഷനാൾ. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് സ്വന്തം പുത്രനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെയും പുത്രൻ ഇസ്മായിലിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മകൾ പുതുക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാളിന്റെ വരവറിയിച്ച് പള്ളികളിൽ തക്ബീർ ധ്വനികൾ മുഴങ്ങി. പെരുന്നാൾ ആഘോഷിക്കുന്നതിന് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹുകളും പള്ളികളും ഒരുങ്ങി. വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും 10,000-കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ നിർവൃതിയിൽ വിശ്വാസികൾ മുഴുകുന്ന പുണ്യവേള കൂടിയാണ് ബലിപെരുന്നാൾ ദിനങ്ങൾ. ബലിപെരുന്നാളിന്റെ മുഖ്യകർമ്മങ്ങളിൽ ഒന്നായ ഉരുക്കളെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്നതും ബലിപെരുന്നാൾ ദിനത്തിൽ പതിവാണ്. ദൈവത്തിന്റെ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബിക്ക് ദൈവദൂതൻ വഴി നൽകിയ ആടിനെ ബലി നൽകിയതിനെ സ്മരിച്ചാണ് വിശ്വാസികൾ ആടുമാടുകളെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്നത്. വ്യാഴാഴ്ച കച്ചവട കേന്ദ്രങ്ങളിൽ പെരുന്നാൾ വിപണി സജീവമായിരുന്നു. പട്ടാമ്പി പെരുമുടിയൂരിൽ ഗൃഹനാഥൻ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 2 മക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമുടിയൂർ കോട്ടപ്പുറത്ത് പിള്ളാനപ്പടിയിൽ മുഹമ്മദ് ഹുസൈനാണ് കുത്തേറ്റ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. കുടുംബ കലഹത്തിനിടെയാണ് 50-കാരനായ മുഹമ്മദ് ഹുസൈന് കുത്തേറ്റത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് ഹുസൈൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയായിരുന്നു.
സംഭവവുമായി ബന്ധപ്പെട്ട് ഹുസൈന്റെ സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹുസൈന്റെ മക്കളായ നൌഫൽ 18 വയസ്സ്, നബീൻ 19 വയസ്സ് എന്നിവരെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുടുംബ വഴക്കിനിടെ അടിപിടി ഉണ്ടാവുകയും ഇത് കത്തിക്കുത്തൽ കലാശിക്കുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. നാട്ടുകാരും മറ്റ് ബന്ധുക്കളും ചേർന്നാണ് ഹുസൈനെ ആശുപത്രിയിൽ എത്തിച്ചത്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലത്തെ ഭാരതപ്പുഴയിലേക്ക് ലോറികൾ ഇറക്കി മണലെടുപ്പ് ഇപ്പോഴും തുടരുന്നു. തൃശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിന്റെ അംഗീകൃത കടവിലാണ് നിയമം കാറ്റിൽ പറത്തി ലോറികൾ പുഴയിലിറക്കി മണലെടുക്കുന്നത്. പഞ്ചായത്തിന്റെ പാസുമായി എത്തുന്ന ലോറികളാണ് ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങി മണലെടുക്കുന്നത്. പുഴയിലിറക്കി മണലെടുക്കരുതെന്ന നിയമം നിലനിൽക്കെയാണ് പഞ്ചായത്തിന്റെ അംഗീകൃത കടവിൽ തന്നെ ഈ ലംഘനം നടക്കുന്നത്. കൊണ്ടാഴി പഞ്ചായത്തിന് അനുവദിച്ച പ്ലാക്കൽ കടവിൽ നിന്നാണ് ഈ കാഴ്ച. 20ഓളം ലോറികളാണ് കടവിൽ നിന്നും പുഴയിലിറക്കി മണലുള്ള സ്ഥലത്തേക്ക് വരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പും ലോറികൾ പുഴയിലിറക്കിയത് വലിയ വിവാദമായിരുന്നു. ഇതിനെ തുടർന്ന് റവന്യൂ മന്ത്രി തന്നെ നിയമം കർശനമാക്കാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചിരുന്നു. ഇതും പ്രായോഗികമായില്ല എന്ന് വേണം കരുതാൻ. മണലെടുപ്പും കയ്യേറ്റവും കൊണ്ട് വർഷത്തിൽ പോലും നീർച്ചാലാകുന്ന നിലയുടെ മാറുപിളർന്ന് നടത്തുന്ന ഈ പ്രവൃത്തികൾ കാണേണ്ടവർ തന്നെ കണ്ണടയ്ക്കുന്നു എന്നതാണ് സത്യം. അല്ലെങ്കിൽ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും നിശബ്ദമാക്കുന്നു എന്നും പറയാം. ഭാരതപ്പുഴയൊരു പുഴയായി നിറഞ്ഞൊഴുകിയിട്ട് തന്നെ വർഷങ്ങളായി. ശേഷിക്കുന്നവയെങ്കിലും കാത്തുസൂക്ഷിക്കാനായില്ലെങ്കിൽ ഇതും വിസ്മൃതിയിലാകും, സംശയമില്ല. പട്ടാമ്പി സബ് ഇൻസ്പെക്ടറെ മണൽ ലോറി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന ലോറി ഉടമ അറസ്റ്റിലായി. കാരക്കാട് സ്വദേശി ഷറഫുദ്ദീനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞയാഴ്ചയാണ് പട്ടാമ്പി SI TS ബിനുവിനെ അനധികൃത മണൽക്കടത്ത് തടയാൻ ശ്രമിക്കുന്നതിനിടെ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. SIയുടെ ബൈക്കിൽ ലോറി ഇടിക്കുകയായിരുന്നു. സംഭവത്തിൽ ലോറി ഡ്രൈവർ രമേശ്, ക്ലീനർ മുഹമ്മദ് ഷാഫി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലോറി ഉടമ ഷറഫുദ്ദീനെ പിടികൂടാനായിരുന്നില്ല. വ്യാഴാഴ്ച വൈകിട്ട് പട്ടാമ്പിയിൽ നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വധശ്രമത്തിനാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. മണ്ണാർക്കാട് നഗരത്തിലെ ഗതാഗത തിരക്കൊഴിവാക്കാൻ പോലീസ് ആവുന്നത്ര ശ്രമിച്ചിട്ടും ഫലമായില്ല. നഗരത്തിൽ മണിക്കൂറുകളോളമാണ് ഇപ്പോഴും ഗതാഗതം സ്തംഭിക്കുന്നത്. മണ്ണാർക്കാട് ബ്യൂറോയുടെ റിപ്പോർട്ട്. നഗരത്തിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കുന്തിപ്പുഴയിലെ സിഗ്നൽ ലൈറ്റ് സംവിധാനം കാര്യക്ഷമമാക്കുകയാണ് പോലീസ് ആദ്യം ചെയ്ത നടപടി. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന സിഗ്നൽ ലൈറ്റ് അധികൃതർ ആരും തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടാണ് സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിച്ചത്. ഇതോടെ കുന്തിപ്പുഴ പാലത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാനായി. തുടർന്നാണ് പോലീസ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം കൊണ്ടുവന്നത്. ഇതേ തുടർന്ന് തിരക്കുള്ള കോടതിപ്പടി, ബസ് സ്റ്റാൻഡിന് സമീപം, ടിപ്പു സുൽത്താൻ റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വൺ വേ സംവിധാനം ഏർപ്പെടുത്തി. എന്നാൽ നഗരത്തിലെത്തുന്ന വാഹനങ്ങളെ ഇതുകൊണ്ടൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അവസാനമായി കുന്തിപ്പുഴയിൽ നിന്നാരംഭിക്കുന്ന ബൈപ്പാസ് വഴി ചെറിയ വാഹനങ്ങളെ തിരിച്ചുവിടുന്നതിനുള്ള സംവിധാനം പോലീസ് കൊണ്ടുവരുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഈ നടപടി ഉണ്ടായിട്ടില്ല. ബൈപ്പാസ് വഴിയുള്ള ഗതാഗത പരിഷ്കരണം കൂടി വന്നാൽ നഗരത്തിലെ തിരക്കൊഴിവാക്കാനാവുമെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് ട്രാഫിക് ഉപദേശക സമിതി രൂപീകരിച്ച് ഗതാഗത പരിഷ്കരണം നടത്താൻ തീരുമാനിച്ചിരുന്നു. ഈ നടപടിയും എങ്ങുമെത്തിയിട്ടില്ല. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി മണ്ണ് ഗവേഷണ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം നോക്കുകുത്തിയാവുന്നു. കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷമായെങ്കിലും മണ്ണ് ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ശോച്യാവസ്ഥയിലായ പഴയ കെട്ടിടത്തിൽ തന്നെയാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പിയിലെ മണ്ണ് പരിശോധനാ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. നിലവിലെ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയെ തുടർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മഴക്കാലമായാൽ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന പരാതിയും ജീവനക്കാർക്കുണ്ടായിരുന്നു. എന്നാൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും മണ്ണ് പരിശോധനാ കേന്ദ്രം പ്രവർത്തിക്കുന്നത് പഴയ കെട്ടിടത്തിൽ തന്നെ. പുതിയ കെട്ടിടത്തിൽ വൈദ്യുതി ലഭിക്കാത്തതാണ് ഇതിന് കാരണം. കെട്ടിട നിർമ്മാണ സമയത്ത് എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണമാണ് വൈദ്യുതി ലഭിക്കാതിരുന്നത്. പഴയ എസ്റ്റിമേറ്റിൽ വൈദ്യുതി നൽകാൻ കഴിയില്ലെന്നതാണ് ഇപ്പോഴത്തെ തടസ്സം. ചോർന്നൊലിക്കുന്ന പഴയ കെട്ടിടത്തിൽ ഫയലുകളും മറ്റ് രേഖകളും സൂക്ഷിക്കാൻ ജീവനക്കാർ ബുദ്ധിമുട്ടുമ്പോഴാണ് ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം വൈദ്യുതി ഇല്ല എന്നതിന്റെ പേരിൽ നോക്കുകുത്തിയാവുന്നത്. ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടവരാവട്ടെ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലുമാണ്. അസൗകര്യങ്ങൾ ഒരുപാടുള്ള കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ കടന്നുകയറ്റവും മാലിന്യം നിക്ഷേപിക്കുന്നതിന് നിയന്ത്രണമില്ലാത്തതും വിനോദസഞ്ചാരികളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോഴിവിടെ. ഇതുകാരണമാണ് പലരും ഇവിടേക്ക് വിനോദത്തിനായി എത്താത്തതെന്നാണ് അറിയുന്നത്. വിനോദത്തിനായി എത്തുന്നവരെ വിസ്മയിക്കത്തക്ക ഒരു സംവിധാനവും കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഒരുക്കാൻ ഇതുവരെ അധികൃതർക്കായിട്ടില്ല. വിവാഹ വീഡിയോ ചിത്രീകരിക്കുന്നതിനും വൈകുന്നേരം സ്വസ്ഥമായിരുന്ന് സംസാരിക്കുന്നതിനും വേണ്ടി കുറച്ചുപേർ മാത്രമാണ് ഇപ്പോൾ ഉദ്യാനത്തിൽ എത്തുന്നത്. ദിവസത്തിൽ 3000-നും 5000-നും ഇടയിലായി വരുമാനം കുറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ എത്തുന്ന ഈ കുറച്ചുപേർക്കും സ്വസ്ഥത നൽകാതെ ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ വിലസുന്നതായി പരാതിയുണ്ട്. ഉദ്യാനത്തിലെ ജീവനക്കാരെയും ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പ്രശ്നം രൂക്ഷമായതോടെ വിവാഹ വീഡിയോ ചിത്രീകരണവും ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ്.
കൂടാതെ ഉദ്യാനത്തിൽ മാലിന്യ നിക്ഷേപത്തിന് സൗകര്യമില്ലാത്തതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വിനോദത്തിനായി എത്തുന്നവർ തന്നെയാണ് മാലിന്യ പ്രശ്നമുണ്ടാക്കുന്നതെങ്കിലും ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ അധികൃതർക്കായിട്ടില്ല. അതിനാൽ ഉദ്യാനത്തിലും ഡാമിന്റെ റിസർവോയിലുമെല്ലാം പ്ലാസ്റ്റിക് കുപ്പികളടക്കം നിരവധി മാലിന്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. ഉദ്യാനത്തിന്റെ നവീകരണത്തോടൊപ്പം മാലിന്യ നിക്ഷേപത്തിനുള്ള സൗകര്യമൊരുക്കണമെന്നും സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഒഴിവാക്കാൻ സ്ഥിരമായി പോലീസ് സേവനം ഏർപ്പെടുത്തണമെന്നുമുള്ള ആവശ്യങ്ങൾ ശക്തമായിട്ടുണ്ട്. വിജയദശമി ദിനത്തോടനുബന്ധിച്ച് RSS മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി അലനല്ലൂരിൽ പഥസഞ്ചലനം നടത്തി. പാലക്കാടിൽ നിന്ന് ആരംഭിച്ച പഥസഞ്ചലനം അയ്യപ്പൻകാവിൽ സമാപിച്ചു. RSS താലൂക്ക് കാര്യവാഹ് ഗിരീഷ് കുമാർ, ശാരീരിക് പ്രമുഖ് PV ശബരി, സേവാ പ്രമുഖ് KV ഹരിദാസ് എന്നിവർ പഥസഞ്ചലനത്തിന് നേതൃത്വം നൽകി. പട്ടാമ്പിയിൽ മാലിന്യ നീക്കം വീണ്ടും അവതാളത്തിൽ. ഇത് നഗരത്തിൽ മാലിന്യം കുന്നുകൂടാൻ ഇടയാക്കുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വ്യക്തമായ ആസൂത്രണമില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് ഇപ്പോഴുണ്ടാകുന്ന കാരണം. പട്ടാമ്പി നഗരത്തിൽ പലയിടത്തും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാഴ്ച ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മാലിന്യ നീക്കം നിലയ്ക്കുന്നതാണ് പ്രശ്നത്തിന് കാരണം. പൊതുസ്ഥലങ്ങളിലെ മാലിന്യം ഒന്നിരവട്ട ദിവസങ്ങളിലാണ് വണ്ടികളിൽ കൊണ്ടുപോകുന്നത്. എന്നാൽ തുടർച്ചയായുള്ള അവധി ദിവസങ്ങളും മറ്റും വരുമ്പോൾ കാര്യങ്ങൾ തകിടം മറിയും. മാലിന്യം ശേഖരിക്കുന്നതിനായി പഞ്ചായത്ത് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വേസ്റ്റ് ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം ഫലപ്രദമായി തടയാൻ ഇതുകൊണ്ടും കഴിയുന്നില്ല. വ്യക്തമായ ഒരു പ്ലാനിംഗ് ഇപ്പോഴും മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലക്ഷങ്ങൾ ചിലവിട്ട് പണിത മാലിന്യ സംസ്കരണ പ്ലാന്റ് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പകരം സംവിധാനങ്ങളൊന്നും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടുമില്ല. ഖരമാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ മാലിന്യ നീക്കം നിലച്ചാൽ നഗരം ദുർഗന്ധപൂരിതമാകും. മാലിന്യ സംസ്കരണത്തിന് പഞ്ചായത്ത് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ഇത് നടപ്പിലാവാൻ കാലതാമസമെടുക്കും. വാർത്തകൾ തുടരുന്നു. പതിവ് തെറ്റിച്ച് വേനലും ചൂടും ഇത്തവണ നേരത്തെ എത്തിയപ്പോൾ വഴിയോരങ്ങളിൽ യാത്രക്കാർക്ക് കുളിർമയേകി കരിമ്പ് ജ്യൂസ് കച്ചവടക്കാരും ഇളനീർ വിൽപ്പനക്കാരും സജീവമായി കഴിഞ്ഞു. ഡിസംബർ ജനുവരി മാസത്തോടെ സജ്ജമാക്കാറുള്ള താൽക്കാലിക ഇളനീർ ജ്യൂസ് കടകളാണ് ഇത്തവണ 2 മാസം മുമ്പ് തന്നെ അരങ്ങിലെത്തിയിരിക്കുന്നത്. പ്രതീക്ഷിച്ച പോലെ തുലാവർഷവും കരിഞ്ഞില്ല. ബാക്കി പത്രമായി ലഭിച്ചത് ചുട്ടുപൊള്ളുന്ന വെയിലും. കനത്ത വേനലിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നാടെങ്ങും ഉരുകിയൊലിക്കുമ്പോഴാണ് യാത്രക്കാർക്കും മറ്റും കുളിർമ പകർന്നുകൊണ്ട് കരിമ്പ് ജ്യൂസും ഇളനീരും തയ്യാറായത്. സാധാരണയായി ഡിസംബർ അവസാനത്തോടെയാണ് ഇവയ്ക്കായി താൽക്കാലിക കടകൾ തയ്യാറാക്കാറുള്ളതെന്നും വേനൽ നേരത്തെ എത്തിയതിനാൽ തങ്ങളും നേരത്തെ എത്തിയെന്നുമാണ് വ്യാപാരികൾ പറയുന്നത്. കഴിഞ്ഞ വർഷം ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസിന് 10 രൂപ ഉണ്ടായിരുന്നത് ഈ വർഷം 12 രൂപയായി. ഇത് 15 വരെയായി ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. മൈസൂരിൽ നിന്നാണ് കരിമ്പ് ജ്യൂസിനുള്ള കരിമ്പുകൾ എത്തുന്നത്. കരിമ്പിന്റെ വിലക്കയറ്റം തന്നെയാണ് ജ്യൂസിനും വില കൂടാൻ കാരണം. രാവിലെ 8 വൈകിട്ട് 5-6 മണി വരെ. വില ഇനി 15 ആകണമെന്ന് പറയണ്ടെന്ന്. കരിമ്പിന് വില കൂടിയ കൂട്ടും, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട്. കൂടാൻ സാധനം പിന്നെ വേനൽക്കാലം വരുമ്പോൾ ഇപ്പൊ തന്നെ നല്ലത് 3000 രൂപ കച്ചവടം ഉണ്ട്. ഇതിപ്പോ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. 12 രൂപയാണ് ഇളനീരിന്റെ വില. ഇളനീരിനും വില കൂടാൻ തന്നെയാണ് സാധ്യത. കനത്ത വെയിലത്തും യാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക് ഈ കരിമ്പ് ജ്യൂസും ഇളനീരുമെല്ലാം ഏറെ ആശ്വാസം പകരുന്നുണ്ട്. നല്ലതാണത്. കരിമ്പല്ലേ പോണ വഴിക്ക് ഒരു ദാഹം മാറ്റാനുള്ള ഒരു മരുന്ന് വെള്ളാണത്. അത് റോഡിൽ നിന്ന് കിട്ടുന്നത് നല്ലതാണ്. പിന്നെ അതിൽ കലർപ്പില്ലല്ലോ, നല്ല ഒറിജിനൽ സാധനം തന്നെയാണ്. കണ്ണുമ്പിൽ വെച്ച് അടിച്ചു തരുന്നതല്ലേ. കടുത്ത വേനലിലേക്ക് ഇനിയും മാസങ്ങളുണ്ടെങ്കിലും ചുട്ടുപൊള്ളുന്ന ചൂടിനിടയിലും കച്ചവടം വർദ്ധിക്കുമെന്ന കുളിർമയിലാണ് വ്യാപാരികൾ. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 27 മുതൽ 30 വരെ വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കലോത്സവത്തിനായി രൂപീകരിച്ച വിവിധ സബ് കമ്മിറ്റികളുടെ യോഗം ഈ മാസം 30-ന് ഓർഫനേജ് സ്കൂളിൽ ചേരുമെന്ന് ജനറൽ കൺവീനർ അറിയിച്ചു. മുളയങ്കാവ് മാധവ വാദ്യ വിദ്യാലയത്തിന്റെ 20ാം വാർഷികവും വാദ്യ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും വിജയദശമി ദിനത്തിൽ നടന്നു. സുബ്രഹ്മണ്യം കോവിലിൽ നടന്ന
സുബ്രഹ്മണ്യം കോവിലിൽ 22 പേരുടെ പഞ്ചാരിമേള അരങ്ങേറ്റവും 19 പേരുടെ തായമ്പക അരങ്ങേറ്റവുമാണ് നടന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് പുതിയ ബാച്ച് വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പട്ടാമ്പി പെരുമുടിയൂരിൽ ഗൃഹനാഥൻ കുത്തേറ്റ് മരിച്ച സംഭവം 2 മക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവമുണ്ടായത് കുടുംബ വഴക്കിനിടെ. ഒറ്റപ്പാലത്ത് നീമം കാറ്റിൽ പറത്തി വീണ്ടും മണലെടുപ്പ്. തൃശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിന്റെ കടവിൽ നിന്നും മണൽ വാരുന്നത് ലോറികൾ പുഴയിലേക്ക് ഇറക്കി. പോലീസ് പരിശ്രമിച്ചിട്ടും ഫലമില്ല. മണ്ണാർക്കാട് ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ട്രാഫിക് പരിഷ്കരണങ്ങളും പാളുന്നു. പട്ടാമ്പിയിൽ മണ്ണ് ഗവേഷണ കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം നോക്കുകുത്തിയാവുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷമായിട്ടും ഗവേഷണ കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയില്ല. പ്രശ്നം വൈദ്യുതിയില്ലാത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.